Hi, bro. Hi. Hi everyone. ഹായ്, ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. നമ്മൾ JB പോവാണ്, മലേഷ്യ. ഇപ്പോൾ 1 o'clock ആയി. അപ്പം ഇപ്പോൾ പോയിട്ട് രാത്രി 9 വരും. ഞാൻ എൻ്റെ വേറൊരു വ്ളോഗിൽ കാണിച്ചിരുന്നു നമ്മൾ JBയിലേക്ക് പോകുന്ന ഇതൊക്കെ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണൂ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അതൊന്നും കാണിക്കുന്നില്ല. അവിടെ എത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ. മെയിനായിട്ട് ഫുഡ് കഴിക്കും, കുറച്ച് ഷോപ്പിംഗ് ചെയ്യും, പിന്നെ ശങ്കടു എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ജോയിൻ us. Say come join us. രാഹുൽ പ്രാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് പതുക്കെ ഇറങ്ങി. നമ്മളുടെ ടാക്സി വന്നു. ഈ ഹൗസ് ഓർമ്മയുണ്ടോ? റിമെമ്പർ ദിസ് ഹൗസ്? നോക്ക് ഈ വീട് ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് ബേബി ആയിരുന്നു പോയിക്കായിരുന്നു. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ബേബി പ്രൂഫ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ എങ്ങനെ കലയാ, എങ്ങനെ ചിരിക്ക, എങ്ങനെ ദേഷ്യം വരാ, എങ്ങനെ ഉറങ്ങാ. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് സിംഗപ്പൂരിൽ നിന്ന് ജോഹോറിലേക്ക് ബസ് എടുക്കാൻ പോകുമായിരുന്നു. ഇതൊക്കെ ഞാൻ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. എന്നിട്ട് ഇതേ ബസ്സിൽ കയറി ഇവിടുന്ന് ജസ്റ്റ് 5 minutes ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ മലേഷ്യയിലെത്തി, ജോഹോർ ബാരുവിൽ. അപ്പം അവിടെ തന്നെ ഒരു ഷോപ്പിൽ ഒരു ടോയ് കണ്ടപ്പോൾ ശങ്കടുവിന് അത് മേടിച്ചു കൊടുത്തു. കുറച്ച് സമയം പ്രാമിലിരിക്കുമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ച് മലേഷ്യൻ ഡെലിക്കസീസ് സെൽ ചെയ്യുന്ന ഒരു ചെറിയൊരു സ്റ്റോൾ കണ്ടത്. നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫർദർ ഡൗൺ നടന്നു പോയപ്പോൾ ഒരു ഫ്ലീ മാർക്കറ്റ് പോലെ കണ്ടു, ഒരു ഷോപ്പിംഗ് മാളിൻ്റെ വെളിയിൽ. അവിടെ കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. Bracelet. Nice. What size? What size? Red color. What size? No. Cute അല്ലേ? Crochet അത് AirPods case. Nice അല്ലേ? ഇത് മഴയോ? ഇതെന്താ പാനിപ്പൂരി? ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. മഴ അടിക്കുന്നുണ്ട്. ഈ മോളല്ലേ പറഞ്ഞത്? ഈ മോളോ? നല്ല ബാഗ്, വൈറ്റും ബ്ലൂ നല്ല ഭംഗിയാണ്. Later, you shopping. Many people buy when direct shopping. Yeah. Thank you very much. ഇഷ്ടമായോ? ഞാൻ I'll take that one. Thank you. അടിപൊളി ലാപ്പിസ്. Thank you very much. Yeah.
നീ പറഞ്ഞ ലാപ്പിസ് നല്ല ടേസ്റ്റ്. ലാപ്പിസ് ജസ്റ്റ് ട്രൈ ട്രൈ ചെയ്താ. ഇതാണോ ഏതാ വേണ്ടത്? ഒരു പാക്കറ്റ്. Which is the good one, bro? ഇത് പക്ഷെ കേക്ക് പോലെയല്ലേ? The hot seller. This one, all of this is good. You try whatever you want. Nice അല്ലേ? എടുത്തോ. Really good, bro. You have a mix one, mix you have? Yes. That is mix, sir? Yes, there is mix. You take one, bro. 35. 35. 25. എടുത്തോ. 25 ആണ്. പറഞ്ഞാൽ മതി, നല്ല ടേസ്റ്റ് തന്നെ. അതെ. How many days will it last? This one is last day. How many days will it last? 10 days? 3 days only. We finished now. Thank you. Really good. നന്നായിട്ടുണ്ടല്ലേ? അങ്ങനെ നമ്മൾ ഫ്ലീ മാർക്കറ്റിലൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ച് വിശന്നു. അതുകൊണ്ട് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ കണ്ടിട്ട് അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു പുതിയ ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ അത് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും. എനിക്ക് പുതിയ ഫുഡ് ട്രൈ ചെയ്യാനേ ഇഷ്ടമില്ല. എനിക്ക് അതിൻ്റെ മണവും അപ്പിയറൻസൊക്കെ ഇഷ്ടമായാലേ ഞാൻ കഴിക്കൂ. പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെയാണ്. എനിക്ക് പുതിയതൊന്നും ട്രൈ ചെയ്യാൻ ഇഷ്ടമില്ല. ഞാൻ കഴിച്ച ഫുഡ് തന്നെ എപ്പോഴും ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ചേച്ചി അങ്ങനെയല്ല കേട്ടോ. ചേച്ചി എല്ലാം ട്രൈ ചെയ്യും. ഇതിപ്പോൾ ഇവിടെ അവർ സിംഗപ്പൂർ വന്ന സമയത്ത് ഇവിടുത്തെ കുറേ ഫുഡ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പക്ഷേ ചേച്ചി അങ്ങനെയല്ല, അവളെല്ലാം ട്രൈ ചെയ്യും. ചെറുപ്പം തൊട്ടേ അവൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അമ്മയും ചേച്ചി എന്നെ എപ്പോഴും പറയുമായിരുന്നു, നീ ഡോഗ്സ് ചെയ്യുന്ന പോലെയാണ്, ഫുഡ് സ്മെല്ല് ചെയ്തിട്ടാണ് നീ കഴിക്കുക, ആദ്യം ആ സ്വഭാവം നിർത്തണം. പക്ഷേ എനിക്ക് ആ സ്വഭാവം മാറ്റാൻ പറ്റില്ല, ബിക്കോസ് പണ്ട് തൊട്ടേ ശീലിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ കൊറിയൻ ഫുഡ് എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ എപ്പോഴും കൊറിയൻ സീരിയൽസ് കാണുന്ന ഒരാളാണ്. പിന്നെ അതിൽ കാണുമ്പോൾ എനിക്കും ഇടയ്ക്ക് കഴിക്കാൻ തോന്നാറുണ്ട്. പിന്നെ എനിക്ക് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഴിക്കാറുണ്ട് ഇടയ്ക്ക്. മറ്റേ നല്ല ഡിപ്പ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ കുറേ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഒരു ചാനലുണ്ട്, കൊറിയൻ മല്ലു കപ്പിൾ എന്ന് പറഞ്ഞിട്ട്, നിസ ആൻഡ് ജാങ് എന്ന് പറഞ്ഞിട്ട്. അത് നിസ ഇസ് എ മലയാളി, ഷി ഗോട്ട് മാരിഡ് ടു എ കൊറിയൻ ആൻഡ് ഷി സെറ്റിൽഡ് ഇൻ കൊറിയ. അപ്പം നിസയുടെ വ്ളോഗ്സ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. വെരി സിമ്പിൾ ലവ്ലി ഇന്നസെൻറ്റ് വ്ളോഗ്സാണ്. അതിലൊക്കെ എന്താ പറയുക, അവൾ കഴിക്കുന്ന ഓരോരോ ഡിഷസൊക്കെ കാണുമ്പോൾ എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട്, ഓക്കെ ഇത് ട്രൈ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് ഡിഷസൊക്കെ ഓർഡർ ചെയ്തത്. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കൊറിയൻ ഫുഡ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം. അവർ ഭയങ്കര നല്ല ഫ്ലേവേഴ്സ് ആൻഡ് സോസസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, സ്വീറ്റ് എന്തായാലും കഴിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ള ഒരു ബേക്കറി പോയിട്ട് ഒരു ക്രീം റോളും ഒരു മഫിനും വാങ്ങിച്ചു. മഫിൻ ശങ്കടുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു, അവൻ എണീറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ ബേക്കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ വേറെ ഒരു ബേക്കറിയിലും കാണാത്ത അടിപൊളിയായിട്ടുള്ള ബൺസും കേക്ക്സും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഡയറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ മറന്ന് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഭയങ്കര നല്ല വെറൈറ്റിയാണ് ഇവിടുത്തെ ബേക്കറിയിൽ കാണാൻ പറ്റുന്നത്. വെളിയിൽ മഴയായ കാരണം നമ്മൾ ആ മോളിൽ തന്നെ കറങ്ങായിരുന്നു. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ നല്ലത് കണ്ടാൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ H&Mൽ കയറി. ഹായ് ഹായ് ഹായ്
അവനൊരു മഫിൻ വാങ്ങിച്ചിട്ടുണ്ട്, വാനില മഫിൻ. Do you want some vanilla muffin? ഈ ഒരു സംഭവം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ അമ്മയുടെ കയ്യിലൊരു റിസ്റ്റ് ബാൻഡ് കണ്ടോ, അവരെ 2 കുട്ടികളെയും കണക്ട് ചെയ്തിട്ടുള്ള. അത് ആക്ച്വലി ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് കാണാൻ പറ്റും. കുട്ടികൾ ദൂരെ എവിടെയും പോയിട്ട് ലോസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന ഒരു ബാൻഡാണ്. അത് ഇടുമ്പോൾ അവർക്ക് കുറച്ച് ഡിസ്റ്റൻസിലേ ഓടാൻ പറ്റും. ഞാൻ ശങ്കടൂനെ കളിയാക്കായിരുന്നു, ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഞാനും ആ ബാൻഡ് ഇട്ട് നടക്കും. ഈ ഒരു സ്റ്റോർ കണ്ടോ, ഇതാണ് ബൂസ്റ്റ്. ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഇവിടെ കുറേ സ്ഥലത്ത് കാണാൻ പറ്റും. ഇത് നമ്മൾ വിചാരിക്കുന്ന ബൂസ്റ്റ് അല്ല, ഇത് ആക്ച്വലി ഒരു ഷേക്കാണ്. ഫ്രൂട്ട്സും എന്താ പറയുക പ്രോട്ടീൻ പൗഡറും അതൊക്കെ ഇട്ടിട്ടുള്ളൊരു ഷേക്കാണ്. പക്ഷേ പ്രോട്ടീൻ പൗഡർ വേണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്ന് പറയാം. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഓറഞ്ചും മാംഗോ ഉള്ള ഒരു ഷേക്കാണ് പറഞ്ഞത്, വിതൗട്ട് എനർജി ബൂസ്റ്റർ ആൻഡ് പ്രോട്ടീൻ പൗഡർ. അപ്പോൾ ശങ്കടൂന് അത് ഇഷ്ടപ്പെട്ടു, അവൻ ട്രൈ ചെയ്തപ്പം. ഇത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. എല്ലാം അവർ ഫ്രൂട്ട്സാണ് ഇടുന്നത്, യോഗേർട്ട് ഇടും. Quite a lot of flights. There's Air Asia, there's Malindo, there's Air India, there's Indigo, a lot of flights. അപ്പോൾ നമ്മൾ ആ മോളിൽ നിന്ന് ഇറങ്ങി ഒരു ടാക്സി എടുത്ത് വേറൊരു മോളിലേക്ക് വന്നു. ഇതാണ് KSL മോൾ. ഇവിടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മോളാണ് ജോഹർ ബാരൂയിൽ. ഇവിടെ ഷോപ്പിങ്ങിനുള്ള സ്റ്റോഴ്സും ഉണ്ട്. പിന്നെ ഒരു 2 ഫ്ലോർ ഫുൾ ഓഫ് പാർലേഴ്സാണ്. നെയിൽ സലൂൺ, ഹെയർ സലൂൺ, സോ മെനി മസാജിങ് പാർലേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിലാക്സേഷന് വരാണെങ്കിൽ യു ക്യാൻ കം ഹിയർ. അഡ്ജസൻ്റ് ആയിട്ട് ദർ ഇസ് എ ഹോട്ടൽ ഓൾസോ ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഓവർ. ശങ്കടു അവൻ്റെ പ്യൂരി കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇടയ്ക്ക് പുറത്ത് വരുമ്പോൾ ഇതൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇവിടെ ഒരു ചഗി പറഞ്ഞിട്ടൊരു ടീ സെൽ ചെയ്യുന്നൊരു സ്റ്റോളുണ്ട്. അത് ഞാൻ കുറേ പേര് വാങ്ങിച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ചഗി എക്സ്പ്രസ് ഹോട്ട് ആൻഡ് കോൾഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ടീ ഓർഡർ ചെയ്ത് അതിന് വെയിറ്റ് ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് നമ്മളൊരു 40 മിനിറ്റ്സ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. രാഹുൽ പറയായിരുന്നു അവർ തേയിലത്തോട്ടത്തിൽ പോയി പറിച്ചിട്ടാണ് വരുന്നത്, എന്താ ഇത്ര സമയം എടുക്കുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും കുടിക്കുകയാണല്ലോ, പിന്നെ എന്താണെന്ന് അറിയണമല്ലോ. Thank you very much. Yeah, thank you. Da. പക്ഷേ ഈ ടീ കുടിച്ചപ്പോൾ എനിക്ക് തോന്നി വലിയ ഹൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വെറും നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അത് തണുത്ത് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ടായിരുന്നു. ഒട്ടും രസമില്ലായിരുന്നു. എനിക്കറിയില്ല എന്താ എല്ലാവരും ഇത് മേടിച്ച് കുടിക്കുന്നതെന്ന്. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പോയി, ഞാനും രാഹുലും. മുമ്പ് നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ ശങ്കടൂനും കൂട്ടാറുണ്ട് കേട്ടോ. അവനവിടെ അടങ്ങിയിരുന്നോളും. അവൻ എന്തെങ്കിലുമൊക്കെ TV വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫോണിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ അവന് അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് അവനെ കളിപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ടൈം പാസ് ചെയ്യും. അവൻ ഭയങ്കര കോപ്പറേറ്റീവായി ഈ കാര്യത്തിലൊക്കെ. പിന്നെ എല്ലായിടത്തും പോയാൽ അവന് ഫാൻസ് ഉണ്ടാവുമല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അവന് ഈ സ്നാക്സ് കൊടുത്തു, ബേബി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവനത് ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ക്രാങ്കി ആവും. കളിക്കാൻ പോകാം. വെള്ളം വേണം. വരാം ഓക്കെ. വാവ പോയിക്കോ. അയ്യോ എൻ്റെ ചെരുപ്പെടുത്തു. എടുക്ക വരാം വേഗം വരാം. വാവ ആദ്യം കളിച്ചിട്ട് വാ. ഓക്കെ. ഏതെങ്കിലും എടുത്തോ വാവ? വേഗം എടുത്തോ മോനെ. ആൻറ്റി ഇപ്പോൾ ഓടിക്കുന്നു. ഏതെങ്കിലും എടുത്തിട്ട് വാവേ. അതെടുത്തോ, ബ്രിക്സ് എടുത്തോ. ബാ, ബ്രിക്സ് എടുത്തിട്ട് വാ.
നമുക്ക് ഇത് വേണോ നോക്ക് സ്മോൾ അപ്ലയൻസസ് വാക്യൂം അവിടെ താങ്ക് യു താങ്ക് യു പറ താങ്ക് യു എടുത്തു അച്ഛ പിടിക്കാം ചേഞ്ച് മേടിക്കുന്ന താങ്ക് യു തെറ്റാ പറ ഓക്കെ ലെറ്റ്സ് ഗോ ഇതെടുത്തോ അതെടുത്തോ അങ്ങനെ ശങ്കടുവിന് സോപ്പിടാൻ 2-3 ടോയ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഒരു മസാജിന് പോയി. ഫാമിലി റൂമാണ് നമ്മൾ ചോദിച്ചത്. ബിക്കോസ് ശങ്കടുവിന് അവിടെ ഇരുത്താമല്ലോ. അവിടെ ഇരുത്തി അവന് വൈഫൈ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോണിൽ കാർട്ടൂണൊക്കെ വെച്ച് അവൻ അടങ്ങിയിരുന്നു. ലാസ്റ്റായപ്പോൾ കുറച്ച് ക്രാങ്കി ആയി, പക്ഷെ മാനേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനായിട്ട് വന്നു. ഇത് അവിടുത്തെ ഒരു ഫേമസ് അറബിക് റെസ്റ്റോറൻറ്റാണ്, ഹദ്രമുത്ത് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ JB ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെയാണ് കഴിക്കാൻ വരിക. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസും ആണ്, നല്ല സ്റ്റാഫും ആണ്. അപ്പോൾ ഇതേ നമ്മളൊരു 12 hours ജോഹോർ ബാറു മലേഷ്യയിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് സിംഗപ്പൂരേക്ക് പോവാണ്. അപ്പോഴേക്ക് ഭയങ്കര ടയേർഡായി നമ്മൾ. തിരിച്ചതേ നമ്മൾ ഇമിഗ്രേഷനിലെത്തി. ആകെ ഓൾമോസ്റ്റ് ഔട്ടായിരുന്നു എല്ലാവരും. ടയേർഡായി, അത്രയും നടന്നു, കളിച്ചു. നല്ലൊരു ദിവസമായിരുന്നു ഓൾ ടുഗെദർ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി മലേഷ്യൻ ഇമിഗ്രേഷനിൽ ഓൾമോസ്റ്റ് ഒരു 45 minutes നമ്മൾ പാസ്പോർട്ടിൽ ഒരു എറർ ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പോകുമ്പോൾ ഉണ്ടായ ഒരു എററാണ്. അപ്പോൾ അത് കാരണം കുറേ സമയം പോയി. അങ്ങനെ സിംഗപ്പൂരേക്ക് എത്താൻ ആക്ച്വലി 2 o'clock ആയി, രാത്രി ഏർലി മോർണിംഗ്. അപ്പോൾ നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വ്ലോഗ്. ഇത് ഞാൻ ഒരു മലേഷ്യൻ സീരീസ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ 3 cities ഓഫ് മലേഷ്യ കാണിക്കാം. 3 അതിൻ്റെതായ ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. സോ ദിസ് ഇസ് സീരീസ് നമ്പർ 1. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ലോഗ് ആൻഡ് I'll see you next time. Bye-bye.